വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, അപ്പോൾ നമുക്ക് സ്കൂളിലെ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഏതൊക്കെ സബ്ജക്റ്റ് ഏതൊക്കെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലാസ്സസ് തുടങ്ങിയപ്പോൾ നമ്മൾ പുതിയ 3 സബ്ജക്റ്റുകളെ പരിചയപ്പെട്ടു. ഏതൊക്കെയാണ്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അപ്പോൾ ഫിസിക്സിൽ നമുക്ക് ചാപ്റ്റർ എടുത്തു തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എടുത്തു തുടങ്ങുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്, അളവുകളെയും യൂണിറ്റുകളെയൊക്കെ കുറിച്ച് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ്. സത്യത്തെ പറയുകയാണെങ്കിൽ ആ ചാപ്റ്റർ ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ് ചെറിയ ക്ലാസ്സിൽ. കാരണം അതിൽ പറയുന്ന എല്ലാ യൂണിറ്റുകളെയും നിങ്ങൾ ഓൾറെഡി പരിചയപ്പെട്ടതാണ്. എല്ലാം ശരിയാണ്. പക്ഷേ എത്ര നമ്മൾ ശ്രദ്ധിച്ചിട്ടും നമുക്ക് ചിലപ്പോൾ അതിലെ പല കാര്യങ്ങളും ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അതിലൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനും പറ്റുന്നുണ്ടാവില്ല അല്ലേ? ആകെ മൊത്തം ടോട്ടൽ പറയുകയാണെങ്കിൽ ഒന്നും മനസ്സിലാവാത്ത ഒരവസ്ഥ നമ്മളിപ്പോൾ നേരിടുന്നുണ്ടാകും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫിസിക്സ് അത്യാവശ്യം മാത്തമാറ്റിക്കൽ കാര്യങ്ങളൊക്കെ ഉള്ള, അതിനോടൊപ്പം ഒരുപാട് തിയറികളുമുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പം അത്യാവശ്യം നല്ല ശ്രദ്ധ കൊടുത്തെങ്കിൽ മാത്രമേ ഫിസിക്സിൽ നമുക്ക് നല്ല മാർക്ക് കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇനി മുതൽ നമുക്ക് സയൻസ് എന്ന് പറഞ്ഞിട്ടാണ് അല്ലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഉള്ളത്. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറയുന്ന പല ചാപ്റ്റേഴ്സ് എല്ലാം ശരിയാണ്. പക്ഷേ എക്സാം എന്ന് പറയുന്നത് ഒരുമിച്ചായിരിക്കും നടക്കുക. ഒരുമിച്ച് അതിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, നമ്മുടെ ബയോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, അങ്ങനെയായിരിക്കും. എല്ലാം 20 മാർക്കിൻ്റെ എക്സാം ആയിട്ടാണ് നമുക്ക് എക്സാം ഉണ്ടാവുക. ഒരേ സമയമാണ് നമ്മൾ എക്സാം എഴുതാൻ നിങ്ങൾ ആലോചിക്കണം. ഓക്കെ, അപ്പം ഫിസിക്സ് നമ്മൾ ടഫാന്ന് വിചാരിച്ചിട്ട് പഠിക്കാതിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് ഫിസിക്സ് പഠിക്കണം. അതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യമാണ് ചേഞ്ച് വരുത്തേണ്ടത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നം എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്സ് എന്ന് പറയുന്ന ഈ ഒരു കൊമ്പനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിടിച്ചു കെട്ടാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്താണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ് അല്ലെ, അളവുകളെ കുറിച്ചും യൂണിറ്റുകളെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ഒരുപാട് യൂണിറ്റുകൾ ആ ചാപ്റ്ററിലുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ യൂണിറ്റുകളും തമ്മിലുള്ള ബന്ധങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു 8ാം ക്ലാസ്സിലെ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വലിയ ഭാരമേറിയ കാര്യമായിട്ട് നമ്മൾ വിചാരിക്കുന്നുണ്ട്. പക്ഷെ എത്ര വലിയ കാര്യമൊന്നും അല്ല. അത് നമുക്ക് സൂപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നേരിടാൻ പറ്റും. അപ്പം അതെങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിച്ചോ. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മൾ അടിപൊളി ഒരു നോട്ട്ബുക്ക് വാങ്ങുക എന്നുള്ളതാണ്. നമ്മുടെ നോട്ട്ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർ എഴുതുന്ന കാര്യങ്ങളല്ല, നമുക്ക് എന്താണ് മനസ്സിലായത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ആ നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതി വെക്കുക. ഇപ്പം ഈ ഒരു ചാപ്റ്ററിൽ നമ്മളങ്ങനെ എല്ലാതും എഴുതണം, വൃത്തി എന്താണിത് അങ്ങനെ ഡെഫിനിഷൻ എഴുതുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെയുള്ള നോട്ടുകൾ എഴുതി വെക്കുക. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഭൗതിക അളവുകൾ എന്താണെന്നാണ് നമ്മൾ തുടക്കത്തിൽ പഠിച്ചത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യുക? നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് നമ്മളവിടെ എഴുതി വെക്കുക. അപ്പോൾ നമ്മൾ എക്സാമിൻ്റെ തലേന്ന് നമ്മൾ മനസ്സിലാക്കണം, 3 സബ്ജക്റ്റ് ഒരേ ദിവസമാണ് നമുക്ക് എക്സാം. അപ്പോൾ തലേ ദിവസം എല്ലാം കൂടി അരക്കി കുടിച്ച് നമ്മൾ പഠിക്കാൻ പോവുമായിരിക്കും. അപ്പോൾ ഓരോന്ന് ഡെഫിനിഷൻ വൈസ് നമുക്ക് വായിച്ച് പഠിക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇപ്പോഴേ പഠിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള കുഞ്ഞു നോട്ട്സുകൾ ഉണ്ടാക്കി വെക്കാം. കണ്ടോ? അപ്പോൾ ആ ചാപ്റ്ററിലുള്ള കാര്യങ്ങളാണ് ഏകദേശം പകുതി വരെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരൊറ്റ പേജിൽ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ കുറച്ച് എക്സാമ്പിൾ അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണെന്ന് നമുക്കറിയാം അളന്ന് എഴുതുന്നതാണ് അങ്ങനെ പറ്റുന്ന ആൾക്കാരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ഭൗതിക അളവുകൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ കുറച്ച് യൂണിറ്റുകളെ കുറിച്ച് നമ്മൾ ആ ചാപ്റ്ററിൽ പറയുന്ന കുറച്ച് യൂണിറ്റുകൾ എഴുതി വെക്കുക. അതുപോലെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അടിസ്ഥാന അളവുകൾ എന്ന് പറഞ്ഞിട്ട് 7 പേരെ നമ്മൾ പഠിക്കുന്നത്. കണ്ടോ? ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ്? ഭയങ്കര ഹാപ്പിനെസ് ആണ് എക്സാമിന് തലേന്ന് ഇതൊക്കെ കാണുമ്പോൾ. അതാണ് ഇതാണ്. അതുപോലെ തന്നെ നമ്മൾ അന്ന് പഠിച്ച, അല്ലെങ്കിൽ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ച കാര്യങ്ങളും ഇതുപോലെയുള്ള നോട്ട്സുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിലോട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഓർമ്മ വരും എന്നുള്ളത്. അതൊക്കെ സൈക്കോളജിയാണ് കേട്ടോ. അതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് എക്സ്പെരിമെന്റലി നമ്മൾ പ്രൂവ് ചെയ്ത കാര്യങ്ങളാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം നോക്കാം, അടുത്തത് ഉണ്ടോ? വ്യുൽപ്പന്ന അളവുകൾ എന്ന് എഴുതി വെച്ചിട്ട് അതിൻ്റെ എക്സാമ്പിൾ എഴുതി. ഇനിയിപ്പോൾ നമ്മൾ എക്സാമിൻ്റെ തലേന്ന് വ്യുൽപ്പന്ന അളവുകൾ എന്നൊക്കെ നമ്മൾ ആകെ ചിലപ്പോൾ മേലേക്ക് നോക്കിയിരിക്കില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എന്താണിത് സാധനം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം നമ്മൾ വിചാരിക്കും, പിന്നെ അതൊക്കെ ടെക്സ്റ്റ് ബുക്കിലെ ഡെഫിനിഷൻ ഇല്ലേ? ടെക്സ്റ്റ് ബുക്കിലെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്
എന്തായിരിക്കടാ അതൊക്കെ ഒരു അല്ലെ പ്രത്യേക ടെക്നിക്കൽ ടേംസിലൊക്കെ എഴുതി ചില കാര്യമായിരിക്കും. നമ്മൾ എത്ര തലകുത്തി ആലോചിച്ചാലും ചിലപ്പോൾ അത് വായിച്ച് നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ നോട്ട് എഴുതുന്ന സമയത്ത് തന്നെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്, ഈ ഭൗതിക അളവ് നമ്മളുടെ വ്യുൽപ്പന്ന അളവുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന അളവുകളാണ് അവരുടെ സഹായത്തോടെ. അപ്പൊ നമുക്ക് മനസ്സിലായതൊക്കെ എന്ത് ചെയ്യണം, ഉണ്ടാക്കുന്ന അളവുകൾ എന്നൊക്കെ ഇങ്ങോട്ട് മലയാളത്തിലൊക്കെ എഴുതി വെക്കുക. ഇംഗ്ലീഷ് മീഡിയം കുട്ടികളാണെങ്കിലും നിങ്ങൾ മലയാളത്തിൽ എഴുതി വെച്ച ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അതിൻ്റെ ഒരു പകർപ്പാണ് നിങ്ങളുടെ നോട്ട്ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അടിപൊളിയാക്കുക. അപ്പോൾ തന്നെ കളർ പെന്നുകൾ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് അടിപൊളിയാക്കും. കാരണം അല്ലേ, നമ്മൾ നോട്ട്ബുക്കൊക്കെ നല്ല ഭംഗിയുണ്ടെങ്കിൽ നമുക്ക് വായിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. ഓൾറെഡി നിങ്ങൾക്ക് ഫിസിക്സ് ഇഷ്ടമല്ലെങ്കിൽ അതിൽ കൂടി നിങ്ങൾ വലിയ പാരഗ്രാഫുകളായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ എഴുതിക്കുകയാണെങ്കിൽ ഒന്നും നിങ്ങൾക്ക് പഠിക്കാൻ തോന്നൂല. അപ്പോൾ ഇതുപോലെയുള്ള കളർ നോട്ടുകൾ ഉപയോഗിക്കുക, കളർ പെന്നുകൾ നിങ്ങൾ ഉപയോഗിക്കുക, ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു നോട്ട്സുകൾ നിങ്ങൾ കൂട്ടത്തിൽ എഴുതി വെക്കുക. അതുപോലെ തന്നെ ഹൈലൈറ്റർ ഉണ്ട്, അത് ഉപയോഗിക്കുക. ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കൊക്കെ വായിക്കുന്ന സമയത്ത് പോയിന്റുകൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക അല്ലേ. ചില പോയിന്റ്സ് പാരഗ്രാഫിലൊക്കെ ആയിട്ടായിരിക്കും പറഞ്ഞിരിക്കുക. അപ്പോൾ അതിൽ ഒന്നില്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഹൈലൈറ്റർ ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫിസിക്സിൽ നല്ല മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചില കുട്ടികൾ കമൻറ്റ് ചെയ്യുമോ, പിന്നെ ടീച്ചർ ക്ലാസ് എടുത്ത് പോകുമ്പോൾ ഈ കളർ പെൻ ഉപയോഗിച്ചിട്ട് എഴുതാനൊന്നും സമയം ഉണ്ടാവില്ല. അത് കള്ളാണ്. അത് സമയം ഉണ്ടാവും എന്നുള്ളത് കാര്യം എനിക്കും അറിയാം. അപ്പം നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമെന്നുള്ള ഒരു മിസ്സിന് റെഡ് ഹാർട്ടും കൂടെ തന്നു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ ഈ ടോപ്പിക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ വരാം. ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച്.